വലിയൊരു വിവാദത്തിന് പിന്നാലെ കിരീടം ചൂടിയാണ് മൊറോക്കോ ലോകകപ്പിലേക്ക് എത്തിയത്. ഈ വർഷം ജനുവരി 19-ന് പോഡിയത്തിൽ കിരീടമുയർത്തിയത് സെനഗലായിരുന്നെങ്കിലും പിന്നീട് കോടതി വിധിയിലൂടെ അത് മൊറോക്കോയിലേക്ക് വന്നെത്തി. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നിയമാവലിയാണ് മൊറോക്കോയെ തുണച്ചത്. അങ്ങനെ ഒരു ഭൂഖണ്ഡ കിരീടത്തിന് ശേഷം അവർ കാതങ്ങളകലെ അമേരിക്കയിലേക്ക് പറന്നു. ഖത്തറിൽ രചിച്ച ചരിത്രത്തിൻ്റെ തുടർച്ചയായിരുന്നു മഗ്രിബിയൻസിൻ്റെ ലക്ഷ്യം. അത് സഫലമാക്കാനുള്ള യാത്രയിലിതാ ഈ ലോകകപ്പിലെ ഫേവറിറ്റുകളായ നെതർലൻഡ്സിനെ കീഴടക്കിയിരിക്കുന്നു. ഇനി പ്രീ ക്വാർട്ടറിലേക്ക്. ഖത്തറിൽ അത്ഭുതം സൃഷ്ടിച്ചവരായിരുന്നു മൊറോക്കോ. ആഫ്രിക്കൻ കരുത്തും യൂറോപ്യൻ കളിപെരുമയും സമ്മിശ്രമായ സംഘം. അന്ന് സെമി ഫൈനലിലെത്തിയ വാലിദ് റഗ്രാഗുയി പരിശീലിപ്പിച്ച ടീം 4ാം സ്ഥാനക്കാരായാണ് ഖത്തറിൽ നിന്ന് മടങ്ങിയത്. ലോകകപ്പിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ ടീമെന്ന ചരിത്രവും അവർ കുറിച്ചിരുന്നു. മുമ്പ് കാമറൂൺ, സെനഗൽ, ഘാന എന്നിവർ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിരുന്നെങ്കിലും സെമി ഫൈനൽ എന്ന മോഹക്കടമ്പ പിന്നിടാൻ ആർക്കുമായിരുന്നില്ല. അഷ്റഫ് ഹക്കീമിയും സംഘവും അന്ന് സാധ്യമാക്കിയത് ആഫ്രിക്കക്കാരുടെ പോരാട്ട വീര്യത്തെ കൂടിയാണ്. അതിന് കയ്യടി കൊടുത്ത് ലോകമാകെ മൊറോക്കോയ്ക്ക് കൂടെ നിന്നു. ഖത്തർ ലോകകപ്പിൽ പ്രതിരോധ പൂട്ടൊരുക്കിയാണ് മൊറോക്കോ കളിച്ചത്. 2018-ലെ റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യയെ സമനിലയിൽ തളച്ചത് ആത്മവിശ്വാസമേറ്റി. ബെൽജിയത്തെ അട്ടിമറിച്ചത് വീര്യം കൂട്ടി. കാനഡയെ തോൽപ്പിച്ചത് മുന്നോട്ടുള്ള വഴി എളുപ്പമാക്കി. അങ്ങനെ ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ടതോടെ ഒരു കാര്യം വ്യക്തമായിരുന്നു: ഇത് അസാധാരണമായൊരു ടീമാണെന്ന്. ഖത്തറിൽ മഗ്രിബ് ഉദിക്കുമെന്നുറപ്പായി. പ്രീ ക്വാർട്ടറിൽ മുൻ ലോക ജേതാക്കളായ സ്പെയിനായിരുന്നു എതിരാളി. പോരാട്ടവീര്യം ഒന്നടങ്കം പുറത്തെടുത്ത ടീമിന് മുന്നിൽ ടിക്കി ടാക്ക ശൈലിയുമായി എത്തിയ സ്പെയിന് പതറി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മൊറോക്കോയ്ക്ക് ആധികാരികമായ വിജയം. യാസിൻ ബോനോയുടെ മിന്നുന്ന പ്രകടനമാണ് അന്ന് സ്പെയിനെ വലച്ചത്. ഇന്നും യാസിൻ ബോനോ എന്ന 35-കാരൻ ആ മികവ് തുടരുന്നു എന്നതാണ് പ്രധാനം. ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചത് പോർച്ചുഗലിനെ. ക്രിസ്ത്യാനോ റൊണാൾഡോ തല താഴ്ത്തി മടങ്ങിയ മത്സരത്തിൽ യൂസുഫ് അൽ നസരിയാണ് വിജയ ഗോൾ അടിച്ചത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹെഡർ ഗോളുകളിൽ ഒന്നായിരുന്നു അന്ന് 42-ാം മിനിറ്റിൽ യൂസുഫ് അൽ നസരി നേടിയത്. സെമി ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റു. ഫൈനൽ സ്വപ്നം പൊലിഞ്ഞതിൽ മൊറോക്കോ ദുഃഖിച്ചെങ്കിലും അതിലും അപ്പുറം അവർ നേടിയാണ് മടങ്ങിയത്. സ്വപ്നതുല്യമായ സെമി ഫൈനൽ കളിച്ചുകൊണ്ട് ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച ടീമുകളോട് ഏറ്റുമുട്ടിയാണ് അവർ മടങ്ങിയത്. ലൂസേഴ്സ് ഫൈനലിൽ തോൽവിയായിരുന്നു ഫലം. ക്രൊയേഷ്യയോട് 1-2 ഗോളിന് തോറ്റ് മടങ്ങിയപ്പോഴും മൊറോക്കോ ആരാധകർ ആർത്തു വിളിച്ചു: സിർ 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 രാഹെ ജാത്. അമേരിക്കയിലേക്ക് ലോകകപ്പിനെത്തിയ മൊറോക്കോയ്ക്ക് മുന്നിൽ ഇത്തവണ ഫൈനലും കിരീടവും തന്നെയാണ് ലക്ഷ്യം. ആഫ്രിക്കയിലെ കിരീടം മൊറോക്കോയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഈ ലോകകപ്പിൽ ആദ്യം ബ്രസീലിനോട് സമനില പിടിച്ച ടീം 2ാം മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെയും പിന്നീട് ഹെയ്ത്തിയെയും തോൽപ്പിച്ചു. പക്ഷേ ഇക്കുറി വിജയങ്ങൾ ഒട്ടേറെയുണ്ടെങ്കിലും ചില ദൗർബല്യങ്ങൾ അവരെ വേട്ടയാടുന്നുണ്ട്. പന്തടക്കത്തിൽ അവരുടെ പോരായ്മ ഇക്കുറിയും പ്രകടമായിരുന്നു. പക്ഷേ നെതർലൻഡ്സിനെതിരെ വരുമ്പോൾ ആക്രമിച്ചു കളിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പന്തടക്കത്തിലും അവർ കാര്യമായി ശ്രദ്ധിച്ചു. അത് ഗുണം ചെയ്തുവെന്നാണ് ടീമിൻ്റെ വിശ്വാസവും. പ്രതിരോധത്തിലും ഇത്തവണ അല്പം പിഴവുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മാത്രം 3 ഗോളാണ് അവർ വഴങ്ങിയത്. അതിൽ ഹെയ്ത്തി എന്ന കുഞ്ഞൻ ടീമാണ് 2 ഗോൾ മൊറോക്കൻ വലയിലെത്തിച്ചത്. ഇതൊരു നല്ല സൂചനയല്ലെന്ന് വ്യക്തവുമാണ്. അശ്രദ്ധയാണ് പലപ്പോഴും ടീമിന് തിരിച്ചടിയാകുന്നത്. അതേസമയം അമിത സമ്മർദ്ദം ടീമിന് ഭാരമാകുന്നുണ്ടോ എന്നതും സംശയമുയർത്തുന്നു. നെതർലൻഡ്സിനെതിരെ ഇസ്മയിൽ സൈബിരി നിറം മങ്ങിയത് സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാണോ എന്ന സംശയവും ഉയരുകയാണ്. ആദ്യ മത്സരത്തിൽ ബ്രസീലിനെതിരെ സൈബിരിയുടെ ഗോളും കളിയഴകും മൊറോക്കോയ്ക്ക് വലിയ ആത്മവിശ്വാസമുണ്ടാക്കിയിരുന്നു. എന്നാൽ അതെല്ലാം ചോർന്നുപോയൊരു മനുഷ്യരെയാണ് ഇന്ന് നെതർലൻഡ്സിനെതിരെ കണ്ടത്. ബ്രഹീം ഡയസിന്റെ സാന്നിധ്യമാണ് ടീമിന്റെ കരുത്ത്. മുന്നേറ്റത്തിൽ ബ്രഹീം ഡയസ് അതിവേഗത്തിൽ ചലിക്കുന്നതും ഗോളടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയും എതിർ പ്രതിരോധത്തെ പൊളിച്ച് മുന്നേറാനുള്ള കഴിവും പ്രസക്തമാണ്. അഷ്റഫ് ഹക്കീമി ഫോം തുടരുന്നതും ടീമിനെ തുണക്കുന്നു. നൗസൈർ മസ്രൂയി, സോഫിയാൻ അമാബാദ് എന്നിവരും ടീമിൻ്റെ കരുത്തരാണ്. ഗോൾ കീപ്പർ യാസിൻ ബോനയാണ് മറ്റൊരു കരുത്തൻ. ഗോൾ വലയ്ക്ക് മുന്നിൽ നിസ്വാർത്ഥ സേവകനാണ് അദ്ദേഹം. നെതർലൻഡ്സിനെതിരെ അദ്ദേഹം ഷൂട്ടൗട്ടിൽ നടത്തിയ സിമ്പിൾ സേവ് കളി കണ്ടവരാരും മറക്കില്ല. മൊറോക്കോയ്ക്ക് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കാം യാസിൻ ബോനോയിൽ നിന്ന്. 90 മിനിറ്റും അല്ലെങ്കിൽ അതിനുമപ്പുറവും കളിക്കാനുള്ള കരുത്താണ് ടീമിൻ്റെ ശക്തി. പോരാട്ടവീര്യം ചോരാതെ കളിക്കളത്തിൽ തുടരുന്നതും എതിരാളികളുടെ തന്ത്രങ്ങളുടെ മുനയൊടിക്കുന്നതും അവരുടെ ഹോബിയാണ്.
അഥവാ എങ്ങനെയാണ് എതിർ ടീം കളിക്കുന്നത് അതിനനുസരിച്ച് കളിയുടെ ഗതി മാറ്റാൻ ശേഷിയുള്ളവരാണ് മൊറോക്കോ. ഖത്തർ ലോകകപ്പിൽ പോരായ്മകളോടും പരിക്കുകളോടും പൊരുതിയാണ് മൊറോക്കോ സെമിഫൈനൽ വരെ എത്തിയത്. പകരക്കാരുടെ വേഷത്തിൽ കളിക്കളത്തിലിറങ്ങാൻ പോന്ന മികച്ച താരങ്ങളില്ലാത്ത ബെഞ്ചും അന്നത്തെ ദൗർബല്യമായിരുന്നു. പ്രതിരോധം ശക്തമാകുമ്പോഴും ഓപ്പൺ ചാൻസുകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ വരുത്തിയ വീഴ്ചകളും തിരിച്ചടിയായി. ഇന്ന് അതെല്ലാം ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. ഖത്തർ ലോകകപ്പ് അവർക്ക് ആത്മവിശ്വാസമേറ്റിയിട്ടുണ്ട്. സധൈര്യം അവർ മുന്നേറുകയാണ്. ഇത്തവണ ആഫ്രിക്കയിലേക്ക് കിരീടം പറന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല.